നമസ്കാരം. കർക്കിടക മാസത്തിൽ രോഗപ്രതിരോധാർത്ഥവും ആരോഗ്യ സംരക്ഷണാർത്ഥവുമായി ആഹാരത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്താറുണ്ട് മലയാളികൾ. കർക്കിടക കഞ്ഞിക്ക് ഒപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണ് പത്തിലക്കറികൾ. പ്രാദേശിക ഭേദങ്ങൾ കാണാറുണ്ട്. പഴയ തലമുറയ്ക്ക് പരിചിതമായിരുന്ന ഈ ശീലം ആരോഗ്യ സംരക്ഷണത്തിൽ അതീവ ശ്രദ്ധയെലുത്തുന്ന പുതുതലമുറയ്ക്ക് ഒരു പുത്തൻ മുതൽക്കൂട്ടായിരിക്കും. നമുക്ക് ചുറ്റും കാണുന്ന അനേകം ഭക്ഷ്യയോഗ്യമായ ഔഷധ സസ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവയുടെ ലഭ്യതയും തങ്ങളുടെ അഭിരുചിയും അനുസരിച്ച് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഔഷധ ഇലകൾ പാചകം ചെയ്യുവാനായി തിരഞ്ഞെടുക്കാം. ഏതു തന്നെ ആയാലും വളരെയധികം പോഷക ഗുണമുള്ളതാണ് അവയെല്ലാം. അവയുടെ അനേകം ഗുണങ്ങളിൽ കുറച്ച് മാത്രമാണ് ഇവിടെ വിവരിക്കുന്നത്. അതിൽ ചിലത് മഴക്കാലത്ത് മാത്രം ലഭ്യമായവയും എന്നാൽ മറ്റു ചിലത് എല്ലാ കാലത്തും ലഭ്യമായതുമാണ്. പത്തിലകളിൽ ഏതൊക്കെ ഉൾപ്പെടുത്താം? തഴുതാമയില, ചേനയില, താളില, ചേമ്പില, പയറില, കൊടിത്തൂവ, കോവലില, മത്തനില, മണിത്തക്കാളിയില, കുമ്പളത്തില, വേലിച്ചീര, വെള്ളച്ചീര, ചുവന്ന ചീര, തകരയില, കുടകനില. അവയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. തഴുതാമയില. പുനർനവ എന്ന സംസ്കൃത നാമം നവീകരിക്കുക എന്ന അർത്ഥത്തെ കാണിക്കുന്നു. നല്ലൊരു ഡയൂററ്റിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററിയുമായ തഴുതാമ പ്രമേഹം, വൃക്ക, മൂത്രാശയ രോഗങ്ങളിൽ ഉത്തമമാണ്. ഇലകളും തണ്ടുകളും ഭക്ഷ്യയോഗ്യമാണ്. 6 അവശ്യ അമിനോ ആസിഡുകൾ ഉൾപ്പെടെ 15 അമിനോ ആസിഡുകളുടെ ശേഖരമുണ്ട് തഴുതാമയിൽ. വേരുകളിൽ കാൽസ്യവും മറ്റ് ഭാഗങ്ങളിൽ വൈറ്റമിൻ B12, B6, വൈറ്റമിൻ സി എന്നിവയും അടങ്ങിയിരിക്കുന്നു. പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ കലവറയാണ്. കർക്കിടക കഞ്ഞിയിലെ ചേരുവയാണ്. എക്സ്പെക്ടോറൻ്റായ തഴുതാമ ശ്വാസകോശ രോഗങ്ങളിൽ ഗുണകരമാണ്. ശരീരത്തിൻ്റെ ദുർമേധസ്, നീരുകൾ കുറയ്ക്കുവാൻ ഉപയോഗിച്ചു വരുന്നു. ലാക്സേറ്റീവായി പ്രവർത്തിക്കുന്നതിനാൽ ഗർഭിണികളും ബാലന്മാരും ഡോക്ടറുടെ ഉപദേശം തേടുക. തഴുതാമയിട്ട് തിളപ്പിച്ച വെള്ളം നിശ്ചിത കാലത്തേക്ക് ദാഹശമനിയാക്കാം. വൃക്കയുടെ പ്രവർത്തനം കുറഞ്ഞവരും ഡയാലിസിസ് ചെയ്യുന്നവരും തഴുതാമയുടെ ഉപയോഗം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം ചെയ്യുക. കുടകനിലയുടെ ഔഷധ ഗുണങ്ങൾ. ഏറ്റവും ഉത്തമമായ നെർവാൻ ടോണിക്കും റിജുവിനേറ്ററും ആൻസിയോലൈറ്റിക്കുമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തിക്കും ഇത് ശീലിക്കുന്നത് നല്ലതാണ്. മികച്ച ചർമ്മ സംരക്ഷകയാണ് കുടകൻ. ചൊറി, ചിരങ്ങ്, എക്സിമ, സോറിയാസിസ് എന്നിവയിൽ വളരെ ഗുണകരമാണ്. ഇതിൻ്റെ വ്രണരോപണ ഗുണം വളരെ പ്രധാനമാണ്. ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാർക്കും വിളർച്ച വരാതിരിക്കുവാൻ ഇവ കഴിക്കാവുന്നതാണ്. കുടകനരച്ച് പാലിൽ കഴിച്ചാൽ ബുദ്ധിവികാസം ഉണ്ടാകും. എന്നാൽ കുറഞ്ഞ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിക്കൽ, ആർത്രൈറ്റിസ്, മഞ്ഞപ്പിത്തം എന്നിവ ഇത് ചേരുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് നാഡീവ്യൂഹ സംബന്ധമായ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവുമുണ്ട്. ചേമ്പിലയുടെ ഔഷധ ഗുണങ്ങൾ. ചേമ്പിലയിൽ മൈക്രോ ന്യൂട്രിയൻസായ അയൺ, കോപ്പർ, സിങ്ക്, മാഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലാ പ്രായക്കാർക്കും ഉത്തമമാണ്. കിഴങ്ങും തണ്ടും ഇലയും കഴിക്കുക വഴി രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. ഇലയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം ഓക്സലേറ്റ് ചിലരിൽ ചൊറിച്ചിലുണ്ടാക്കുവാൻ കാരണമാകുന്നു. ഇത് തടയുവാനായി ഇലകൾ കുറച്ചു നേരം വാളൻപുളി വെള്ളത്തിൽ മുക്കിയിടുക. കിഴങ്ങുവർഗ്ഗങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ചേമ്പ്. കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവും ഇതിലടങ്ങിയിട്ടുള്ള ഈസ്ട്രജനും ഹൃദയത്തിലെ കൊഴുപ്പ് കുറയ്ക്കുകയും ഹൃദയാഘാതത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. മാഗ്നീഷ്യം, ബീറ്റാ കരോട്ടിൻ, കാൽസ്യം തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നതിനാൽ അകാല വാർദ്ധക്യത്തെ ചെറുക്കുന്നു. കുട്ടികളിലെയും ആർത്തവ വിരാമമെത്തിയ സ്ത്രീകളിലെയും കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കുവാൻ ഇവ ഉത്തമമാണ്. ഉത്കണ്ഠയിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും രക്ഷിക്കുവാൻ ചേമ്പ് സഹായിക്കുന്നു. ചേമ്പിലെ സ്റ്റാർച്ച് മറ്റു കിഴങ്ങുകളെ അപേക്ഷിച്ച് വളരെ ഉയർന്നതാണ്. ഇത് വളരെ എളുപ്പം ദഹിക്കുകയും ശരീരത്തിന് പുഷ്ടി ഉണ്ടാക്കുകയും ചെയ്യുന്നു. താളില. താള് ദഹനം വർദ്ധിപ്പിക്കുന്നു. കാൽസ്യവും ഫോസ്ഫറസും ധാരാളം അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ ഇ ധാരാളമുള്ള താള് കഴിക്കുന്നത് അന്ധതയെയും ക്യാൻസറിനെയും പ്രതിരോധിക്കുവാൻ വളരെ നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ തലമുടി സമൃദ്ധമായി വളരുവാൻ സഹായിക്കുന്നു. ഏത് താരനെയും മുടി കൊഴിച്ചിലിനെയും പ്രതിരോധിക്കുകയും കഷണ്ടിയെ വൈകിപ്പിക്കുകയും ചെയ്യുന്നു. വയറ്റിലുണ്ടാകുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട്. ചേമ്പിൻ്റെ വന്യ ഇനമായ താളിനും ചേമ്പിൻ്റെ എല്ലാ ഗുണങ്ങളും കാണുന്നു. അതായത് കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാഘാതത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അകാല വാർദ്ധക്യത്തെ ചെറുക്കുന്നതിന് സഹായിക്കുന്നു. വെള്ളച്ചീരയുടെ ഔഷധ ഗുണങ്ങൾ. വെള്ളച്ചീരയിൽ ധാരാളമായി വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, വൈറ്റമിൻ B9, കാൽസ്യം, അയൺ, നാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. വിളർച്ചയെ തടയുവാൻ വളരെ ഉത്തമമാണ്. വളരെ സ്വാദേറിയ ഒരിനം കൂടിയാണ് വെള്ളച്ചീര. ഇവ ചീത്ത കൊളസ്ട്രോൾ, പ്രമേഹ രോഗം എന്നിവയെ കുറയ്ക്കുകയും മലബന്ധം തടയുകയും നേത്രരോഗങ്ങളെ ചെറുക്കുകയും രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയും അകാല വാർദ്ധക്യത്തെ തടയുകയും ചെയ്യുന്നു. മത്തനിലയുടെ ഔഷധ ഗുണങ്ങൾ.
മത്തൻ്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷണമായി ഉപയോഗിക്കാറുണ്ട്. വിറ്റാമിനുകളായ എ, ഇ, സിയുടെയും മിനറലുകളായ സിങ്ക്, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയവയുടെയും കലവറയാണ്. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ആണ്. സിങ്ക് ധാതു റെറ്റിനയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നേത്രരോഗങ്ങളിൽ ഏറ്റവും ഉത്തമമാണ്. വൈറ്റമിൻ ബി2വിൻ്റെ സാന്നിധ്യം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അതായത് ബീറ്റാ കരോട്ടിൻ അടങ്ങിയ മത്തങ്ങ മാരക രോഗങ്ങൾ വരാതെ സംരക്ഷിക്കും. വൈറ്റമിൻ സിയും സാമാന്യം നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട്. പച്ചയ്ക്ക് കഴിക്കുന്നത് ശരീരം മെലിയുവാൻ സഹായിക്കും. കാരണം 90% ജലാംശവും ധാരാളം നാരുകളും അടങ്ങിയിരിക്കുന്നു. ധാരാളമായുള്ള മഗ്നീഷ്യവും പൊട്ടാസ്യവും രക്തസമ്മർദ്ദത്തെ തുലനപ്പെടുത്തി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണെങ്കിലും ഗ്ലൈസമിക് ലോഡ് കുറവായതിനാൽ പ്രമേഹ രോഗികൾക്കും കുറഞ്ഞ അളവിൽ കഴിക്കാം. കാൽസ്യം നന്നായി അടങ്ങിയിരിക്കുന്നതിനാൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ധാരാളമായി ഉപയോഗിക്കാം. മാഗ്നീഷ്യം, ഇരുമ്പ് എന്നിവയും നല്ല അളവിൽ അടങ്ങിയിരിക്കുന്നു. മത്തങ്ങയിലെ ബീറ്റാ കരോട്ടിനും ആൽഫ കരോട്ടിനും ചർമ്മ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. ഇതിൻ്റെ ജ്യൂസ് തേൻ ചേർത്ത് ചർമ്മത്തിൽ പുരട്ടിയാൽ നല്ല തിളക്കം കിട്ടും. കുമ്പളത്തിൽ ഇതിൽ വിറ്റാമിനുകളായ ബി1, ബി2, ബി3, ബി5, ബി6 ആൻഡ് വൈറ്റമിൻ സി എന്നിവയും മിനറലുകളായ കാൽസ്യം, അയൺ, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സോഡിയം, സിങ്ക്, മാംഗനീസ് എന്നിവയും കാണുന്നു. കുമ്പളങ്ങിയിൽ നാരുകൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നതിനാലും 96% ജലാംശമുള്ളതിനാലും കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ എന്നിവ വളരെ കുറവായതിനാലും ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുവാൻ ഇതിൻ്റെ നീരിൻ്റെ ഉപയോഗം നല്ലതാണ്. ഇതിൻ്റെ ആൻറ്റി ഡയബറ്റിക് ആക്ടിവിറ്റി പ്രമേഹ രോഗികൾക്ക് വളരെ ഗുണകരമാണ്. മൂത്രശുദ്ധീകരണം നടത്തി കിഡ്നിയുടെ രോഗങ്ങളെ തടയുകയും ചെയ്യുന്നു. ഇവയുടെ വിത്തിന് ആൻറ്റി ക്യാൻസറസ് ആക്ടിവിറ്റി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ഇതിൻ്റെ ആൻറ്റി ഡിപ്രസൻ്റ് ആക്ഷൻ മനസ്സിനെ ശാന്തമാക്കാൻ ഉപകരിക്കുന്നു. രക്തശുദ്ധിക്കും രക്തസ്രാവം തടയുന്നതിനും ഉത്തമമാണ്. കൂടാതെ LDL കൊളസ്ട്രോളിനെ കുറച്ച് HDL കൊളസ്ട്രോളിനെ നിലനിർത്താൻ സഹായിക്കുന്നു. മലബന്ധം തടയാനും കുടലിലെ വ്രണം വരാതെ തടയുവാനും ബുദ്ധിവികാസത്തിനും ഇതിൻ്റെ ഫ്രഷ് ജ്യൂസ് നിത്യവും രാവിലെ കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. ശരീരം നന്നായി തണുപ്പിക്കുകയും ശരീരത്തിലെ ഊർജ്ജത്തിൻ്റെയും പ്രാണൻ്റെയും ലഭ്യത ഉയർത്തുകയും മനസ്സെപ്പോഴും ശാന്തമായിരിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. മണിത്തക്കാളിയുടെ ഔഷധ ഗുണങ്ങൾ. വഴുതനയുടെ വർഗ്ഗത്തിൽപ്പെട്ട മണിത്തക്കാളി പ്രധാനമായും 2 തരം നിറങ്ങളിലുള്ള ഫലങ്ങളോടുകൂടി കാണപ്പെടുന്നു. ചിലവ ചുവപ്പ് നിറത്തോടുകൂടിയും ചിലത് നീല കലർന്ന കറുപ്പ് നിറത്തോടുകൂടിയും. സംസ്കൃതത്തിൽ കാകമാച്ചി എന്നറിയപ്പെടുന്ന ഇവ ഇംഗ്ലീഷിൽ ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്നറിയപ്പെടുന്നു. ഇവ ആയുർവേദ മരുന്നുകളിൽ ധാരാളമായി ഉപയോഗിക്കുന്നു. ജലാംശം, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാന്യകം, കാൽസ്യം, ഇരുമ്പ്, റൈബോഫ്ലേവിൻ, നിയാസിൻ, ജീവകം സി എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇവ ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളുന്നു. ആൻറ്റി ബാക്ടീരിയൽ ഗുണമുള്ളതിനാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കും. തൊണ്ടയിലുണ്ടാകുന്ന അണുബാധ, തൊണ്ടവേദന ഇവയ്ക്കെല്ലാം പരിഹാരം. കുടൽപുണ്ണ്, വായ്പുണ്ണ് ഇവയ്ക്കെല്ലാം ഉത്തമ ഔഷധമാണ്. ഇലയും കായും ഹൃദയത്തിൻ്റെയും കരളിൻ്റെയും ആരോഗ്യത്തിന് ഉത്തമം. ഇലയുടെ ആൽക്കലൈനിറ്റി, അസിഡിറ്റി, പുളിച്ചുതേട്ടൽ എന്നിവയ്ക്ക് നല്ല പരിഹാരമാണ്. പലതരം ചർമ്മരോഗങ്ങൾക്കും പരിഹാരം. ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കുട്ടികളിലെ പനി മാറും. സമൂലം ഔഷധ ഗുണമുള്ളതാണ്. ത്രിദോഷ ശമനത്തിന് ഉപയോഗിക്കുന്നു. മഞ്ഞപ്പിത്തം, വാതരോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്കും നല്ലതാണ്. വേലിച്ചീരയുടെ ഔഷധ ഗുണങ്ങൾ. കേരളത്തിൽ വളരെ സുലഭമായി കാണുന്ന ഇവ മറ്റു ചീരകളെപ്പോലെ വൈറ്റമിൻ എ, ഇ, സി, കെ, വൈറ്റമിൻ ബി1, മിനറലുകളായ സിങ്ക്, പൊട്ടാസ്യം, കാൽസ്യം, അയൺ, സോഡിയം മുതലായവയും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നു. തളിരിലകൾക്ക് സ്വാദ് കൂടുമെങ്കിലും വളർച്ച കൂടുന്നതനുസരിച്ച് അതിലെ ന്യൂട്രീഷണൽ കണ്ടന്റുകളുടെ അളവും കൂടുന്നു. വേലിച്ചീരയെ മൾട്ടി വിറ്റമിൻ ഗ്രീൻ എന്ന് വിളിക്കുന്നത് അവയുടെ പോഷക ഗുണത്തെ മനസ്സിലാക്കിയാണ്. ഇവ ഒരു ഗലക്ടോഗോഗായി അന്യദേശങ്ങളിൽ ഉപയോഗിച്ച് കാണുന്നു. ഇവയും മലബന്ധത്തിന് നല്ലൊരു പ്രതിവിധിയാണ്. കൊടിത്തൂവയുടെ ഔഷധ ഗുണങ്ങൾ. കൊടിത്തൂവയുടെ ഇളം തളിരിലകളാണ് പാചകത്തിനായി ഉപയോഗിക്കുന്നത്. ഇവയിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന രാസപദാർത്ഥം ചൂടുവെള്ളത്തിലിടുമ്പോൾ തന്നെ നശിക്കും. അതിനാൽ പാകം ചെയ്താൽ ചൊറിച്ചിൽ അനുഭവപ്പെടില്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇവയുടെ ഔഷധ ഗുണങ്ങൾ തിരിച്ചറിയുകയും ഉപയോഗിക്കുകയും ചെയ്തു വരുന്നു. ഇവയിൽ ധാരാളം വൈറ്റമിനുകളും മിനറലുകളും ഒമേഗ3 ഫാറ്റി ആസിഡും മറ്റു അമിനോ ആസിഡുകളും അടങ്ങിയിരിക്കുന്നത് കാണാം. പ്രോട്ടീനിൻ്റെ അളവും താരതമ്യേന കൂടുതലാണ്. വിളർച്ച, മുടികൊഴിച്ചിൽ, ആസ്തമ, ദഹനക്കുറവ്, ഉറക്കക്കുറവ് എന്നിങ്ങനെ അനേകം രോഗങ്ങൾക്ക് നല്ലൊരു ഔഷധമാണ്. ആയുർവേദ മരുന്നുകളിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഇവയ്ക്ക് വാതഹരം, കഫഹരം എന്നീ ഗുണങ്ങളും രക്തശോധനകരവുമാണ്. ത്വക്ക് രോഗങ്ങൾ, തലവേദന, ഛർദി, ഹൈപ്പോതൈറോയിഡിസം, മലബന്ധം, അർശസ് എന്നിങ്ങനെ അനേകം രോഗങ്ങളിൽ ഉപകാരപ്രദമാണ്. സ്ത്രീകളിലെ മാസമുറ സംബന്ധിയായ ബുദ്ധിമുട്ടുകൾ അകറ്റുന്നു. പയറിലയുടെ ഔഷധ ഗുണങ്ങൾ. ഫാബേസിയ കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളാണ് വിവിധയിനം പയറുകൾ. പയറുകൾ പ്രോട്ടീനുകളുടെ ഏറ്റവും നല്ല സോഴ്സാണ്. ഇലകളിൽ വൈറ്റമിൻ എ, സി, ബി കോംപ്ലക്സ്, മിനറലുകളായ കാൽസ്യം, അയൺ, മാഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, സിങ്ക് എന്നിവയും അടങ്ങിയിരിക്കുന്നു. ചേന ഇലയുടെ ഔഷധ ഗുണങ്ങൾ.
വൈറ്റമിൻ എ, റൈബോഫ്ലേവിൻ, നിയാസിൻ, തയാമിൻ, ഇരുമ്പ്, ഫോസ്ഫറസ്, കാൽഷ്യം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, ഫൈബേഴ്സ് എന്നിവ അടങ്ങിയിരിക്കുന്നു. കൂടാതെ നല്ല ഫാറ്റി ആസിഡും മിതമായ തോതിലുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ എണ്ണ ഉപയോഗിച്ചുള്ള പാചകം പുഴുങ്ങി ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ ശരിയായ ഗുണങ്ങൾ ശരീരത്തിൽ ലഭിക്കാൻ സഹായകം. ചേനയിലും ഇലയിലും നാരുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നതിനാൽ ദഹനത്തെ സഹായിക്കുകയും മലബന്ധത്തെ അകറ്റുകയും ചെയ്യുന്നു. കിഴങ്ങിൻ്റെ ഗുണങ്ങൾ: പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫൈബേഴ്സ്, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നു. ചേനയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതിനാൽ പ്രമേഹ രോഗികൾക്കും കഴിക്കാവുന്നതാണ്. ഇതിനെ ഒരു സമീകൃത ആഹാരമെന്നും വിളിക്കാം. അതുകൊണ്ട് തന്നെ പുഴുങ്ങി മിതമായ അളവിൽ കഴിക്കുന്നത് ശരീരവണ്ണം കുറയുവാൻ സഹായിക്കും. കൊളസ്ട്രോൾ കൂടാതെ നോക്കുകയും ഹൃദയാരോഗ്യം കാക്കുകയും ചെയ്യുന്നു. കർക്കിടകത്തിൽ ചേന കട്ടിട്ടെങ്കിലും തിന്നണമെന്നൊരു പഴമൊഴിയുണ്ട്. കാരണം അപ്പോഴാണ് ഏറ്റവും കൂടുതൽ രുചിയുള്ളത്. നാരുകളുടെ ബാഹുല്യം അവയെ മലബന്ധം മാറ്റാൻ സഹായിക്കുന്നു. ചുവന്ന ചീരയുടെ ഔഷധ ഗുണങ്ങൾ: ചീരകളിൽ പ്രധാനിയായ ചുവന്ന ചീരയ്ക്ക് മറ്റു ചീരകളുടെ എല്ലാ ഗുണങ്ങളുമുണ്ട്. ഇവയുടെ ചുവന്ന നിറം നൽകുന്ന ബീറ്റീൻസ് ശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പച്ചച്ചീരകളെ അപേക്ഷിച്ച് ഇവയിൽ 3 ഇരട്ടി കാൽസ്യവും 5 ഇരട്ടി നിയാസിനും അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ എ, സി ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇലകളിൽ ആവശ്യമായ തോതിൽ ഇരുമ്പും മറ്റു ലവണങ്ങളുമുണ്ട്. പക്ഷേ കലോറിയുടെ അമിതഭാരം ശരീരത്തിൽ ഏൽപ്പിക്കുന്നുമില്ല ചുവന്ന ചീര. കാഴ്ചശക്തി മെച്ചപ്പെടാനും തിമിരം തടയാനും സഹായിക്കുന്ന ഗ്ലൂട്ടിൻ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ വൈറ്റമിനുകൾ, എല്ലുകൾക്ക് ബലം കിട്ടാൻ വൈറ്റമിൻ കെ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, കുറഞ്ഞ കലോറി ഇവയെല്ലാമാണ് ചുവന്ന ചീരയെ പോഷകസമ്പുഷ്ടമാക്കുന്നത്. തകരിയിലയുടെ ഔഷധ ഗുണങ്ങൾ: തകരിയിലയും മറ്റിലക്കറികളെ പോലെ തന്നെ പോഷക സമ്പുഷ്ടമാണ്. മലബന്ധത്തിന് നല്ലൊരു പ്രത്യൗഷധമാണ് തകര. കാസിയ ഇനത്തിലെ മിക്ക ഔഷധങ്ങളും ലാക്സേറ്റീവ്സ് ആയി ഉപയോഗിച്ചു വരുന്നു. ഇവ വൈറ്റമിനുകൾ, മിനറലുകൾ, പ്രോട്ടീൻ, ഫൈബറുകൾ എന്നിവയുടെ ഒരു കലവറയാണ്. റിംഗ് വേം പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഇവ ഒട്ടുമിക്ക പുഴുക്കടികൾക്കും ത്വക്ക് രോഗങ്ങൾക്കും മികച്ച ഔഷധമാണ്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റായ ഇവയിൽ ധാരാളം അയണും കാൽസ്യവും അടങ്ങിയിരിക്കുന്നു. ഇവയുടെ തളിരിലകളാണ് ഉപയോഗിക്കേണ്ടത്. കുട്ടികളിലെ വിളർച്ചയിൽ ഏറ്റവും നല്ലതാണ്. കോവൽ ഇലയുടെ ഔഷധ ഗുണങ്ങൾ: കോവൽ ഭക്ഷ്യവസ്തുവായും ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇവയിലെ ബീറ്റ കരോറ്റിനോയിഡ്സ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ അവയെ ഒരു നല്ല ആൻറ്റി ഓക്സിഡൻറ്റും ഇമ്മ്യൂണോ മോഡുലേറ്ററുമാക്കുന്നു. ശരീരത്തിന് കുളിർമ നൽകുകയും പ്രമേഹ രോഗികൾക്ക് കൂടുതലായി ഗുണം ചെയ്യുന്നതുമാണിവ. കോവയ്ക്ക് ഉണക്കിപ്പൊടിച്ച പൊടി 10 ഗ്രാം വീതം ദിവസവും 2 നേരം ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാലും ഇതേ ഫലം സിദ്ധിക്കും. കോവയ്ക്ക നിത്യവും ഉപയോഗിക്കുന്നവർക്ക് പ്രമേഹക്കുരു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കോവയ്ക്കയുടെ ഈ അത്ഭുത സിദ്ധിയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിത്യവും 100 ഗ്രാം വീതം കോവയ്ക്ക കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. കോവയ്ക്ക പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ ഒരു ഇൻസുലിനാണ്. പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഉത്തേജിപ്പിച്ച് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുവാനും നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുവാനും കഴിയും. പത്തിലത്തോരൻ: